ശരിക്കും ഒരു ഫാമിലി ലൈഫിൽ ഉപ്പയുടെ സാന്നിധ്യം എന്താ? ശരിക്കും ഒരു പിതാവിൻ്റെ സാന്നിധ്യം ശരിക്കും അനിവാര്യമാവുന്നത് എപ്പോഴാണ്? പിതാവിൻ്റെ സാന്നിധ്യം നമ്മളുടെ ഇതിൽ മെയിനായിട്ട് വാപ്പമാരെന്ന് പറഞ്ഞാൽ അധ്വാനിക്കുക, ഫിനാൻഷ്യൽ ആ ഒരു സംഗതി, പിന്നെ ആ ഒരു അത് മാത്രമാണോ ശരിക്കും മാത്രല്ല പിതാവിൻ്റെ സ്ഥാനം? ഇല്ലല്ല, ഒരു എന്താ പറയാ, ഒരു പ്രൊട്ടക്ഷൻ എന്നൊക്കെ ഉള്ളൊരു സംഗതികൾ വരാം. പിന്നെ ദ ഹോൾ ഫാമിലി തന്നെ ആ പുള്ളിയാണ് റേസ് ചെയ്യുന്നത്, മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷെ ഉമ്മമാര് റേസ് ചെയ്താലും പോകട്ടാ. നിങ്ങളുടെ ഒരു ഫാമിലി ലൈഫിൽ നിങ്ങളൊരു ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് മകനോ മകളോ ഉണ്ട്, കുട്ടിയുണ്ട്, അവർ ഏറ്റവും കൂടുതൽ ഒരു ഉപ്പയുടെ ഒരു സാന്നിധ്യം മിസ് ചെയ്യണത് എന്ത് സന്ദർഭത്തിലാവുന്നതാണ് നിങ്ങൾക്ക് തോന്നുന്നത്? എനിക്ക് തോന്നുന്നില്ല മിസ് ചെയ്യും. മിസ് ചെയ്യില്ല. ഇല്ല, അങ്ങനെ മിസ് ചെയ്യുന്നു തോന്നുന്നില്ല. ഇല്ല. നമ്മൾ ഉപ്പ ഉമ്മാന്ന് ടാഗ് കൊടുത്തിട്ടല്ലോ, സ്നേഹത്തിന് ടാഗ് ഉണ്ടോ? ഉണ്ടോ? ഇല്ല, ചോദിക്കുകയാണ്. ഇല്ല ഇല്ല, എനിക്ക് തോന്നിയില്ല. നിങ്ങൾ ഇപ്പോഴും മിസ് ചെയ്യുന്നില്ല അങ്ങനെ ഉപ്പ പിതാവ് എന്നുള്ള രീതിയിലേക്ക് അച്ഛൻ എന്നുള്ള മിസ് ചെയ്യുന്നില്ല? അങ്ങനെ ഒരു സ്ഥാനമോ വ്യക്തിയോ മിസ് ചെയ്യുന്നില്ലേ? അപ്പോൾ എനിക്ക് മിസ് ചെയ്തോന്ന് വെച്ചാൽ ആസ് എ പേഴ്സൺ ഞാൻ മിസ് ചെയ്യുന്നുണ്ടാവും. എനിക്കെന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫാദറിൻ്റെ അടുത്ത് നിന്ന് എനിക്ക് ഒരു സ്നേഹമോ അങ്ങനത്തെ ഒരു പ്രകടിപ്പിക്കലുണ്ടല്ലോ, അതൊന്നും കിട്ടിയിട്ടില്ല. ഇഷ്യൂ ഉണ്ടായ ശേഷമാണ് അത് കൊച്ചിലെ തൊട്ടേ കിട്ടാറില്ല? ചെറുപ്പം തൊട്ടേ. ദ തിങ് ഇസ് ദാറ്റ് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിത്തരും. നമ്മളിപ്പോൾ പറയാണ് ഇന്നത് വേണം, ഓക്കെ അത് അതാണ് പുള്ളിൻ്റെ ഒരു ഇതിൽ സ്നേഹം.